റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താ? മൊസേല ഹൊസള്ളി. ശാന്തിഗ്രാം 16, ഹോളനരസിപുര 18, മൈസൂർ 101. മൈസൂര് 101. അപ്പൊ ഒരു ഹൈവേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ. ടൗൺ ആയി. ഏത് ഹൈവേ? ഏതാ അറിയില്ല. ഇവിടുന്ന് തിരിഞ്ഞു പോണം. മൊസേല ഹള്ളിയാണിത്. മൊസേല ഹൊസള്ളി. അവയിലത് അക്കരയിലോ അതാണ് അരി. എന്താ അങ്ങനെയല്ലല്ലോ, വേറെന്തല്ലേ പറയല്? അഞ്ഞിപ്പോ റൂമിന്റെ ആവശ്യമില്ല, നമ്മളൊന്ന് വൈകുന്നേരം വിടും. ഇതിലെ കേറി ഇതിലെ റൈറ്റ് കാണിക്കുന്നു. എന്നാ ഇവിടുന്ന് കേറ്, ഇവിടുന്ന് അങ്ങോട്ട് കേറാം. മുന്നിലാണ്ടേ താർ റോക്സ് അല്ലേ? റോക്സ് ഒന്നല്ലേ, വെറും താറാ. ഇനി ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് ഹബ്ബ് ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാരും കോഴി വാങ്ങാൻ ഇറങ്ങി. ഇവിടെ ഒരു കോഴിക്കട ഉണ്ട്. നമ്മള് കോഴി വാങ്ങിക്കണ ഇനിയിപ്പോ വെക്കാനുള്ള സ്ഥലമാണ് നമ്മള് നോക്കണത്. ബസ് എങ്ങോട്ടാണ്? എങ്ങോട്ടോ പോണ ബസ് വരുന്നുണ്ട്. കറുത്ത പോടാ കൊണ്ട് വായിക്കാൻ പറ്റില്ല. ഹസൻ പോണ കട. എന്താ സൺഡേ ആയിട്ടും തുറന്നിരിക്കുന്ന കട. എന്തൊക്കെയോ ഉണ്ട് അവിടെ. എന്തെല്ലോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഞായറാഴ്ച ഫുള്ള് അവധിയൊന്നും ഇല്ലല്ലേ? ചില കടകളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ 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 പോന്ന് ഇപ്പൊ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോന്നതേന്നു. നമുക്ക് ടെന്റും കൂടി എടുത്താൽ മതി അല്ലേ? ശ്രീ കൃഷ്ണ കിട്ടണില്ലല്ലേ? ഇതാണ് ഇവിടെ മൊത്തത്തിലൊരു. അല്ല നമ്മള് പിന്നെ ശ്രാവണ ബലകോളയിലെത്തിയോ? പിന്നെ അങ്ങോട്ട് എത്തിയോ? ചിത്രദുർഗയിലെത്തിയോ? ഇവിടെ ഒന്നും ഒരു ചിത്രപ്പണി ഒരു ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എത്തിയിട്ടില്ല. ഇത് കണ്ടില്ല, ഫുള്ള് ഈ പ്രദേശം മൊത്തതാ. ഇങ്ങനത്തെ ഒരു പാറ കണ്ടിട്ട് പോലെ എത്തിപ്പെട്ടിട്ടില്ലല്ലോ. നോക്കി, നല്ലൊരു സ്ഥലം കേട്ടോ. ഇവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയെന്ന്. അത് ഞാൻ നോക്കിയില്ല. എന്താ രസം നോക്ക് സംഭവം. പിന്നെ മഴ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കായിരുന്നു. പക്ഷെ അപ്പുറത്തെ ഒരു ദേവസ്ഥാനം ഉണ്ട്. ദേവസ്ഥാനത്തിന്റെ അടുത്തൊന്നും ഇറച്ചി ഒഴിക്കാനൊന്നും പറ്റൂല. ഇറച്ചി മീനൊന്നും. അവിടെയാണ്ടെ ഒരു വല്യച്ഛൻ പശുവിനെല്ലാം മേയ്ക്കുന്നുണ്ട്. കൊടയും ചൂടി ഇങ്ങനെ ഇരിക്കണ്ട പുല്ലില്. കണ്ടോ? മഴ പോയി. മഴ അങ്ങനെ പോവുഞ്ഞ്. മഴേ കൊറേ ദൂരം ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് വെച്ച് മഴ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തെളിഞ്ഞു വരുന്നുണ്ടോ? ആകാശം തെളിയുണ്ട് അങ്ങോട്ട്. അപ്പൊ അവിടെ നിർത്താം നമുക്ക്. എന്തെടുക്കാന്ന് ചോദിച്ചാല് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ എനിക്ക് പിടിച്ചേക്കല് കുറച്ച് റിസ്ക് ആണ് അല്ലേ? ഒന്നുകൂടി കുറച്ച് വെള്ളം സെറ്റാക്കി തരാം. ഈ ഒരു ഡോറിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ഇതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ അടഞ്ഞോണ്ടിരിക്കും. ഇരിക്കാനുള്ള സ്ഥലം കിട്ടി. ചിക്കൻ കഴുകുകയാണ്. ചിക്കൻ കഴുകി കൗവാണ്. ഞാൻ അവിടെ ഉണ്ട്. പപ്പാച്ചി ചിക്കൻ കഴുകണ്ട്. ഇനി പൊടികളൊക്കെ എടുക്കട്ടെ. ചോറിപ്പാവും. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ആവും. ഇനി കുക്കറല്ലേ വെക്കണേ? ഇനി ആ കോഴി പൊരിക്കാനുള്ള ചട്ടി വെക്കണത്. വെക്ക്. വരും കാറ്റാ. എന്താവും അറിയില്ല. ഇന്നത്തെ ഇനിയിപ്പോ മതി. ഇപ്പൊ അധികമൊന്നും വേണ്ട. ആ ബേക്കറികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൂടുതലോട്ടാണ് ഇട്ടോ ചാതിട്ടോ. ഈ ഷോപ്പ് ബേക്കറി തിന്നിട്ടാണോ ഇങ്ങനെ? ബേക്കറി ഒത്തിരി തിന്നണ്ട. വയറ് കാഞ്ഞിരിക്കുമ്പേ ഒത്തിരി അങ്ങോട്ട് തിന്നണ്ട.
അതിനകത്ത് വെക്കാം. ഞാൻ ചട്ടി വെക്കട്ടെ. ഈ സാധനം ചൂട് കെട്ടു. റിട്ടേൺ അയച്ചാലോ? കാറ്റ് നിക്കണില്ല, എൻ്റെ പഞ്ചറായി തോന്നുന്നു. പഞ്ചറാക്കാൻ അക്കോലം ദമ്മിലാക്കരുതേ. അക്കോലം ദമ്മിലാക്കാൻ നമ്മളതിനനുസരിച്ച് വെയിറ്റ് ഉള്ള ആളല്ലേ. എന്താ വെയിറ്റ് ഇങ്ങനെ കഴിക്കാതെ അത് മതി. ബാക്കിയുള്ള കഴിക്കൊക്കെ പള്ളേ കിടന്നങ്ങാണ്ട് കഴിക്കോളൂ. വെക്കാനൊന്നുമില്ല. മസാലയല്ലേ വരട്ടണേ? ആ വലിയാക്കി ഇട്ടാണ്ട് പൊടികൾ ഇവിടെ എടുത്തുണ്ട്. സോപ്പിട്ട് കഴുകണത് എന്ത് ഇറച്ചിയോ? സോപ്പും കുറച്ച് ഡെറ്റോളൊക്കെ ഉണ്ട് ഒഴിച്ചാണ്ട്. ആ ഈ സാധനം ചൂട് പേപ്പറോ? ആ പേപ്പറിന് തീ പിടിക്കണ്ട്. കത്തുണ്ടോ? പേപ്പറിന് തീ പിടിക്കുക. ആ മാറ്റിക്കളന്നാ. തീയാ? ഇല്ല, തീയൊന്നുമില്ല. അത് എടുത്താലോ? ഇങ്ങോട്ട് വെച്ചാലോ? കുറച്ച് അവിടെ കട്ടെ. ഇതൊന്ന് മാറ്റിക്കാം. സിസ്റ്റം ഒന്ന് മാറ്റണത് ഇങ്ങോട്ട് ഒന്ന് വെച്ചോക്കാം. ഒന്നിപ്പോൾ അനക്കണം. അനക്കണം. അത് പടപടാറിട്ട് കാറ്റടിക്കുന്നുണ്ട്. കേട്ടോ ചോദിച്ചോക്കിയാലോ എന്താന്ന്? ചോദിച്ചോക്കിയാലോ അതെന്താണ്? അതെന്താണ്? കാല് വയ്യാത്തോണ്ട് വണ്ടി നിർത്തിയതാണ്. അല്ല ഡ്രൈവറോട് ചോദിച്ചു നോക്കണം അല്ലേ? എടുത്തെടുക്കണോ? എടുത്തു കൊടുക്കുന്നു. അതെന്താ വെച്ചോക്ക്? ഇത് ജോള പൊടിയാക്കി ജനക്ക് കൊടുക്കാനാ? കൊറേ വണ്ടികൾ പോകണ്ടല്ലോ അങ്ങനത്തെ. കൊറേ വണ്ടി നേരത്തെ ഉണ്ട് പോണ്. അങ്ങനെ നോക്കി എന്താ ചോളം അല്ലേ? ചോളത്തിന്റെ ഇത് കറച്ച് പശുവിന് കൊടുക്കാന്. അങ്ങനെയുള്ള ഫുഡ് പാകുവോ? ഇറച്ചി ട്രിപ്പായി. അത് ഞാൻ കോരിയെടുക്കാൻ നിക്കുന്നു. അവിടെ പശുവിന്റെ പാല് കുറച്ച് കറന്നെടുക്കണം നമുക്ക്. കുറച്ച് പാല് കറന്നെടുത്ത് വൈകുന്നേരത്തിന് കൊണ്ടുപോയാലോ? അല്ല ഇതിപ്പോ വല്യച്ഛൻ വന്ന് മൂപ്പരതല്ലേ? മൂപ്പര് കൊണ്ടുവന്നാക്കി പോയതാ. പശു ഉണ്ടാ കുറച്ച് പാല് കറന്നെടുത്തോ? അവര് പശുവിനെ തീറ്റാൻ കൊണ്ടുവന്നാക്കിട്ട് പോയതാ. ഇവര് ഇവിടെ അടുത്തെവിടെയാവും വീട്. ഫുഡ് തലങ്ങും വിലങ്ങും ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴാണ് ഇവര് കൂടാരം കൂട്ടി വെച്ചതാണ്. പെരും കാറ്റാണ്. കാറ്റുകൊണ്ട് ഭയങ്കര അത് എടുക്കാനായി. അത് പൊട്ടി തെറിച്ച് ഇങ്ങനെ തെറിക്കണ്ട എല്ലായിടത്തും. ഇന്നത്തെ ഫുഡാണിത്. ആ ചെറിയ പാത്രം അതായി. ചോറ് വിസിലടിച്ചോ? ചോറ് വിസിലടിച്ചില്ല. അല്ല ഇറച്ചിയായേ പാത്രം അവിടെ. ഇതല്ല, ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ. കർണാടകയിലെ ഗ്രാമക്കാഴ്ച. ഞാനേ കാറ്റ് ഇങ്ങനെ അടിക്കുക. അപ്പൊ ഈ പുതപ്പാണ്ട് കെട്ടിച്ചു. ഇവിടെ കത്തുവോ? കത്തൊന്നുമില്ല. കർണാടകം കത്തിച്ച് പോകുക. മൊത്തത്തിലൊന്ന് വൈറലാവൂലേ? എല്ലാരും പോണോലും ഇങ്ങനെ നോക്കി നോക്കി പോണ്ട്. ഇവരെ തീറ്റൊക്കെ എന്താ ഇവിടെ പണിന്ന്. പിന്നാണ് ഈ സിലിണ്ടർ എല്ലാം കാണുവർക്ക്. ഇവിടെ ഇങ്ങനെ ഒരു പാറ കണ്ടപ്പണ്ടി ഇറങ്ങിയതാണ്. നല്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വേണേ മടുത്ത് കഴിഞ്ഞാൽ ഇരിക്ക. ഈ ഇങ്ങനെ ഫുഡെല്ലാം ആക്കണേരത്തെ വെയില് കുറച്ച് കുറവുണ്ടല്ലേ? വെയിലിന് കുറച്ച് ഒരു ആക്കണ്ട്. വരുന്ന വഴി നല്ല മഴയായിരുന്നു. ഇപ്പൊ നല്ല കാറ്റ്. എന്താണ് പരിപാടി? റോക്കി ഇത് വെക്കരുത്. എന്റെ കണ്ണ് പൊട്ടിക്ക് കഴിഞ്ഞ്. വെടിവെക്കല്ലേ. അങ്ങോട്ട് ഇറങ്ങി ഇവിടെ പുറത്തിറങ്ങി വെച്ചോക്ക. എരുണ്ടാകുമെന്ന് അറിയില്ല. പൊടിയാണ്ട് ഇട്ടപ്പേ എല്ലാം പാടെ അങ്ങോട്ട് പാറി വീണ്. കൊറേ 2 കഷ്ണം തിന്നാലോ? എന്റെ കണ്ണിക്കൊക്കെ മൊത്തം ഇതാക്കണ്ട. കഷ്ണം മാത്രം എടുക്കണേ. പിന്നെ അരപ്പയിലുണ്ടായി കഴിഞ്ഞാൽ കരിഞ്ഞു പിടിക്കും. എണ്ണ അധികം അങ്ങോട്ട് എടുക്കണ്ടാന്ന് ಗೊತ್ತಾಯ್ತಾ? അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണാല്ലേ. ചോറായില്ല, വിശക്കുണ്ട്. ചോറും കൂടി ആയിരുന്നെങ്കിൽ
ഞങ്ങളെ മലേനോടും പാറേനോടും കാട്ടുമൃഗങ്ങളോടൊക്കെ മല്ലിട്ട് കൊടുക്കാതെ അതേമാർക്കുള്ള നല്ല നല്ല കണ്ണായ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുള്ളൂ, നിരപ്പായ സ്ഥലങ്ങൾ. കൃഷി സ്ഥലമാണ് നിങ്ങൾ കാണുക. അത് നമ്മളെ കർണാടകയിൽ ഹസൻ ജില്ലയിലുള്ള ഒരു ഉൾഗ്രാമത്തിലാണ് അപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നല്ല വാട്ടർ ലെവലിൽ കിടക്കുന്ന നല്ല കിടിലൻ സ്ഥലങ്ങളിലെ മണ്ണിൽ പണിയെടുക്കാനും കൃഷിനോടൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് എന്താ പറയുക സ്ഥലങ്ങളാണ്. ഇതൊന്നും വിൽപ്പനയ്ക്കുള്ളതല്ല കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ എന്താ പറയുക ഒരു കർഷകനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മണ്ണുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് തന്നെ എടുക്കാൻ ചെയ്യാം അല്ലേ. നമ്മുടെ നാട്ടിൽ റബ്ബർ സംഭവങ്ങളൊക്കെയാണ് കാട്ടുമൃഗങ്ങളോടും അതുപോലെ തന്നെ പാറേനോടൊക്കെ മല്ലിട്ട് ജീവിക്കാതെ ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല കിടിലൻ നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് വാങ്ങുകയും ചെയ്യാം. കണ്ണൂർ കാസർഗോഡ് ജില്ല എന്നൊക്കെ പറഞ്ഞാൽ കുന്നും മലയും കയറി ഇറങ്ങി മടുക്കും എല്ലാവർക്കും. ഇത് നോക്കിയാണെങ്കിൽ നല്ല വാട്ടർ ലെവലിൽ നിരന്ന് കിടക്കുന്ന സ്ഥലം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ വരെ മൊത്തം കാണാം, ഫുള്ള് കൃഷി തന്നെ ഉള്ളൂ കേട്ടോ. എവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം കാണാൻ. ബസ്സൊക്കെ ഏത് ഉൾഗ്രാമത്തിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. റോഡൊക്കെ ഉണ്ടല്ലെങ്കിൽ ബസ്സൊക്കെ വരുന്നുണ്ടല്ലേ. നല്ല അടിപൊളി റോഡും അതുപോലെ തന്നെ നല്ല കിടിലൻ ബസ്സുകളും അല്ലേ. അതെ, നല്ലൊരു തണുപ്പും കാലാവസ്ഥയൊക്കെ ആയിട്ട് നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പോകാൻ തോന്നൂല വന്നു കഴിഞ്ഞാല്. എന്താ കാറ്റ്, എന്താ ഇതില്ലേ. വീടുകളൊക്കെ ഉണ്ടല്ലെങ്കിൽ ഇതേപോലെ ഒരു വീടൊക്കെ വെച്ച് ഈ ഒരു ഏരിയയിലൊക്കെ താമസിക്കാനൊക്കെ താല്പര്യം പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോളില്ലേ. ഞങ്ങളെ യാത്ര തുടരുകയാണ്. ഞങ്ങളിങ്ങനെ ഓരോ ഗ്രാമങ്ങളും എന്താ പറയാ ഓരോ നാടും കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നാടും അവിടുത്തെ ഓരോ രീതികളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. നമുക്കെന്നാ പോകാം. ഈ സംഭവം എന്താ എനിക്ക് നമ്മൾ രാവിലെ കണ്ടില്ല പൂജ ചെയ്തില്ലേ, അതിന്റെ ഒരു ഇതാണ് ദേവസ്ഥാനാണല്ലോ. അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇത്. അവിടെ ഉണ്ട് ചിലപ്പോ സർപ്പത്തിന്റെതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ചിലപ്പോ അല്ലേ. ഇത് കണ്ടോ കനാല്, കൃഷിക്കുള്ള വെള്ളം വരുന്ന കനാലായിരിക്കും. ഇതേപോലെ വെള്ളം കൊറേ കൊണ്ടുപോകണ്ടല്ലേ കനാല് വഴി. വലിയ കനാലാണുള്ളത്. ഇത് ഏതെങ്കിലും ഡാമിന്ന് വരുന്നായിരിക്കോ? ആണെന്നുണ്ട്. നമ്മളിപ്പോ ഒരു ഡാമിലോട്ടല്ലേ പോണേ, അവിടുന്ന് വരുന്നോണ്ട് ആയിരിക്കും. എന്തൊരു ഹമ്പാണിത്, മുട്ടിന് ഹമ്പാണ് അല്ലേ. പശുവും മറ്റേതൊന്നും ഇല്ലാത്തൊരു വീടും ഇല്ലല്ലേ. എല്ലാ വീട്ടിലും പശുക്കളാണ്. ഗ്യാസ് വരുന്ന ദിവസമാണെന്നുണ്ട്. സിലിണ്ടർ ഇറക്കി വെക്കണ്ടല്ലേ. എന്നാണ് വരുന്നത്. ഇത് എരുമയാ. നമ്മളേ വന്ന് ഏതൊരു ഹൈവേയിലോട്ടാണെന്ന് തോന്നുന്നു എത്തണ്ട്. കൊറേ വണ്ടികൾ ഓടുന്നുണ്ടല്ലോ അല്ലേ. പക്ഷെ നല്ല റോഡ് കാണുന്നു. എവിടെയാന്നൊരു പിടുത്തമില്ല. അത് കുറച്ച് നല്ല റോഡെത്തി മോനെ. നമുക്ക് ഇനി ഇവിടുന്ന് എത്ര പോണെന്നറിയാ ഇതിലോട്ട് ഡാമിലോട്ട്? എത്ര? 3:37 അവിടെ എത്തുന്നത് കാണിക്കുന്നത്. 3:37 അപ്പൊ പാളിയോ? 3:37 3:33 ആയിപ്പോ. 5 മിനിറ്റ് കൊണ്ട് എത്തും നമ്മള്. 3 കിലോമീറ്റർ നമുക്ക് ഡാമിലെത്തുന്നാണ്. നല്ല റോഡ് കേട്ടോ. ഇപ്പൊ നല്ല റോഡായില്ലേ. നമ്മളെ മറ്റേ ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞിപ്പം നഗരങ്ങളിലോട്ട് എത്തി തുടങ്ങില്ലേ. അവിടുത്തെ കോലല്ല ഇവിടെ എത്തുമ്പോ. ഇവിടെയൊക്കെ ഫുള്ള് 4 വരിപ്പാത. മൊത്തത്തിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും 4 വരിപ്പാത ഉണ്ട് അല്ലേ. അതെന്താണാവോ, അത് വായിക്കാൻ ബോർഡില്ല. അതില് ബോർഡ് ഉണ്ടായാൽ തന്നെ നമുക്ക് കന്നഡയാണ്. അത് വായിച്ചു വരുമ്പോൾ തന്നെ 2-3-4 മിനിറ്റേലും പിടിക്കും. അതുവരെ നമുക്ക് അവിടെ നിർത്താനുള്ള സമയമല്ല. നമുക്ക് ഇവിടുന്നോ വലത്തോട്ട് തിരിഞ്ഞു പോകണം എന്നാണ് കാണിക്കുന്നത്. അയാളപ്പോൾ കുത്തിമറിച്ചിടുവോ? റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ക്രോസ് ചെയ്യാം. നമുക്കാണ് ഏറ്റവും വലിയ ചോറ. വണ്ടി എങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഈ നാട് മൊത്തം ഇളകി വരും. കേരള വണ്ടി ഒന്ന് തട്ടി അറിയില്ലേ. അപ്പൊ നമ്മൾ സൂക്ഷിച്ചും കണ്ടും പോവുക, സൂക്ഷിച്ചു പോകണം അല്ലേ. ഇവിടെ ഇതേപോലത്തെ സംഭവങ്ങൾ കുറെ ഉണ്ടാവും അവിടെ. അമ്പലമായിട്ടും എല്ലാത്തിനും ഇവിടെ എന്താ സംഭവം? ഹേമാവതി പ്രൊജക്ട് റിസർവോയർ. അതാ ഡാം അല്ലേ. അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോണം. അവിടെ ഗേറ്റ് കടച്ചിട്ട് കണ്ടിട്ടുണ്ടല്ലോ. കണ്ട വണ്ടി മൊത്തം അങ്ങോട്ട് കാണാൻ വന്നതാ. അപ്പൊ നമ്മള് വന്ന് ഇപ്പൊ നമ്മളെ ഹേമാവതി ഡാമിലെ ഹേമാവതി ഡാമിന്റെ അവിടെ ഡാമിന് വേറെന്താ പേരാ പറയലെന്നുണ്ട്. അത് നമുക്ക് പോകുമ്പോ നോക്കാം. അപ്പൊ നമുക്ക് ഡാമിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം നമ്മളെ വീഡിയോ കുറെ ലോങ് ആയി. ഇപ്പൊ നമ്മൾ കുറെ ലോങ് ആയി നമ്മൾ വന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും.